കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കോഴിക്കോട് ബാലുശ്ശേരിയിലും വടകര ചോറോടും വീട് തകർന്നു. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ വൻമരം കടപുഴകി വീണു. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പൊതുവായ വിവരങ്ങൾ ഏത് തരത്തിലാണ്? ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ അഭിജിത്ത്? കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. ഉച്ചവരെ മഴ നിർത്താതെ പെയ്തു. അതിനുശേഷമാണ് മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ടായത്. പക്ഷേ ഇടവിട്ടുള്ള മഴ കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് മലയോര മേഖലയിലും സമാനമായ സാഹചര്യമാണുള്ളത്. മഴ കനത്തു പെയ്തതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മാവൂർ ചാത്തമംഗലം മേഖലയിലാണ് ഈ വെള്ളം കയറിയത് കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പല വീടുകളിലേക്കും വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ നഗരമേഖലയിലും സ്റ്റേഡിയം ജംഗ്ഷനിലൊക്കെ വെള്ളം കയറിയതിന് പിന്നാലെ കടകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉച്ചവരെ ഉണ്ടായത്. പിന്നീട് മഴയൊന്ന് ശമിച്ചപ്പോഴാണ് വെള്ളം ഇറങ്ങുകയും ചെയ്തത്. കൂടാതെ പലയിടത്തും മരങ്ങൾ പൊട്ടിവീണ് അപകടമുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം വീടുകളാണ് ജില്ലയിൽ പലയിടങ്ങളിലായി തകർന്നത്. അത് ഈ മരങ്ങൾ പൊട്ടിവീണ് തന്നെയാണ്. ബാലുശ്ശേരിയിലും വടകരയിലുമൊക്കെ ഈ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടായി. കൂടാതെ ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളായി 130 പേരാണുള്ളത്. വിലങ്ങാടാണ് ഏറ്റവും അധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 108 പേരാണ് വിലങ്ങാട് വില്ലേജിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. കൂടാതെ കക്കയം ഡാമിന്റെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജലം പുറത്തുവിടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് KCBയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മുന്നറിയിപ്പ്. കൂടാതെ കാസർഗോഡ് ജില്ലയിലും സമാനമായ രീതിയിൽ മഴ തുടരുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജാഗ്രത തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം.